ഹലോ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ഓൺ വോയിസ് വരുന്നത്. ഞങ്ങൾ 6 മന്ത് ബിഫോർ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ പോയ പ്ലേസ് എന്ന് പറയുന്നത് തായ്ലൻഡാണ്. എല്ലാം പാക്കേജ് ആയിരുന്നു. ഈവൻ നമ്മൾ ബെറ്റർ ഇന്ത്യ ടു തായ്ലൻഡാണ്. ബിക്കോസ് അതിനൊത്തിരി കോസ്റ്റ് കുറവാണ്. ഇപ്പം നമ്മൾ ഒമാനിൽ നിന്ന് തായ്ലൻഡ് പോകാൻ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ബെറ്റർ നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യ ടു തായ്ലൻഡ് നമ്മൾ 5 ഡേയ്സ് നമ്മൾ ചൂസ് ചെയ്തത് 5 ഡേയ്സ് ആയിരുന്നു. 3 ഡേയ്സിൻ്റെ പാക്കേജും ഉണ്ട്. എല്ലാം ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കോസ്റ്റ് വന്നത് 1.3 ആണ്. സോ എല്ലാം 3 എന്നുള്ളത് 13 എന്നുള്ളത് എക്സ്ട്രാ നമ്മുടെ ചിലവാണ്. 1 എല്ലാം കൂടി ഒതുങ്ങും. എനിവേ നമ്മളവിടെ പോയി അവിടെ ഈവൻ ട്രിപ്പ് പോകാൻ താല്പര്യപ്പെടുന്നവർ ഏറ്റവും നല്ലൊരു കൺട്രിയാണത്. പോയി കാണുന്നത് നല്ലതായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അവിടെ തന്നെ സ്റ്റേജ് ഷോസ് ഒത്തിരിയാണ്. അത് 1.5 എടുക്കുന്ന ലൈവ് സ്റ്റേജ് പ്രോഗ്രാമാണ് അവിടെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ് അവിടുത്തെ ഫുഡ്. വെറൈറ്റി ഫുഡുകളാണ്. സ്ട്രോബെറി ഷേക്ക് എന്ന് പറയുന്നത് ഒരു 5 or 6 ആൾക്കാർക്ക് നമുക്ക് കഴിക്കാവുന്ന അത്രയും ബൾക്കായിട്ടുള്ള എമൗണ്ടിലാണ് ഷേക്ക് വന്നത്. പിന്നെ പറയാൻ വാക്കുകളില്ലാത്ത ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്നു മുമ്പ് പെട്ടെന്ന് ഒരു ലേഡി വന്ന് മൈക്കെടുത്ത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് സോങ് ആയിരുന്നു. പിന്നീടാണ് നമുക്കത് മനസ്സിലാവുന്നത്. അവർ ആ സോങ്ങിലൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ലാംഗ്വേജ് നമുക്കറിയാത്ത കാരണം ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. ഇവിടെ തായ് ലാംഗ്വേജാണ് വരുന്നത്. എനിവേ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവം ആയതുകൊണ്ട് ഇനി മറക്കില്ല. കാരണം സഡനായിരുന്നു അവർ വന്ന് പാട്ട് പാടുന്നതും നൃത്തം ചെയ്യുന്നതും. പിന്നെ നമ്മളോട് പേരാന്ന് തോന്നുന്നു ചോദിച്ചു. നമുക്കൊന്നും മനസ്സിലാവാത്ത കാരണം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിവേ കുറച്ച് നേരം നമ്മളത് കണ്ടു നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പല അമ്പലങ്ങളിലേക്കൊക്കെ പോയി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറുകൾ കണ്ടു. നമ്മൾ ഫുഡാണ് മെയിനായിട്ടും. അങ്ങനെ നമ്മൾ മങ്കി ഷോ കണ്ടു. ഒത്തിരി ഷോസ് ഉണ്ട്. എലിഫൻറ്റ് ഷോസ് ഒക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ ഓർമ്മ പുതുക്കും. ഫുക്കറ്റ് ഒന്നും പറയാനില്ല. ഫുക്കറ്റ് ഈവൻ തായ്ലൻഡ് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈവൻ 2 ഡേയ്സ് ട്രിപ്പിലൊക്കെ കിട്ടും. അത് ഫുക്കറ്റ് പോയി കാണാം. ഫുക്കറ്റ് കാണാൻ തന്നെയുണ്ട്. എന്താ പറയുക, മറക്കാനാവാത്ത ഓർമ്മകൾ നമുക്ക് അവിടെ നിന്ന് തരും. നമ്മളങ്ങനെ കുറച്ച് അമ്പലങ്ങളെല്ലാം കണ്ടു. അതുപോലെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എലിഫൻറ്റ് ഷോസ് ഉണ്ടായിരുന്നു. എലിഫൻസിന് നമുക്ക് ഫീഡ് ചെയ്യായിരുന്നു. അതുപോലെ നമ്മൾ ഫിലിമിൽ കാണുന്നതെല്ലാം നേരിട്ട് കാണുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഈ ഒരു ഡ്രീം നമ്മൾ നടത്തിയോ അതോ അങ്ങനത്തെ ലൈവാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കുളിർമയേകുന്നതായിരുന്നു എല്ലാം തന്നെയും. എനിവേ നമ്മൾ എൻജോയ് ചെയ്താലും ചില സ്ഥലങ്ങളെല്ലാം നമ്മുടെ നാടിനെ ഓർമ്മ പുതുക്കുന്നതാണ്. എല്ലാവരും നമുക്ക് സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു അവിടുത്തെ. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രോബ്ലങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് കൂടെ ആളുണ്ടായിരുന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. അത് നമുക്ക് ഇതേ 5 ഡേയ്സ് പാക്കേജിൽ എല്ലാം അവർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ലേറ്ററെല്ലാം അവർ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടാണ് നമ്മളോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു സോ മച്ച്.